Hi everyone, welcome back to my channel. ഇന്ന് ആക്ച്വലി ഞാൻ വെക്കേഷനിലൊന്നും വീഡിയോ ഇട്ടിട്ടില്ല. ഐ നോ ഞാൻ വീഡിയോ ഇട്ടില്ല. നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ മനസ്സിലാവും കുറച്ചൊക്കെ ഭംഗിയായിട്ടുണ്ടല്ലേ. ഓക്കെ, ഇത് ഐ ജസ്റ്റ് ഡിഡ് സ്റ്റഡി ടേബിൾ മേക്ക് ഓവർ. അതിൽ ഇൻക്ലൂഡ് ആക്കിയ ഒരു സംഭവമാണിത്. അപ്പോൾ ഞാൻ ആക്ച്വലി അതൊരു വീഡിയോ പോലെ വെക്കേഷനിൽ ഇടാൻ വിചാരിച്ചാണ്. കാരണം വെക്കേഷനിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വെക്കേഷൻ ഇടാൻ വിചാരിച്ചു. കാരണം ഞാൻ വെക്കേഷനിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ടേബിളിൻ്റെ. ആക്ച്വലി സ്കൂൾ എക്സാമിൻ്റെ ടൈമിൽ തന്നെ ഞാൻ കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്ത് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എക്സാം കഴിഞ്ഞ് 2-3 ദിവസം ആകുമ്പോഴത്തേക്കും അത്യാവശ്യം എത്തി. പിന്നെയാണ് ഞാൻ വിചാരിച്ചത് ഈ വോൾ വെറുതെ ഇരിക്കുകയാണ്, വോളിന് എന്തെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാണ്ട് വിചാരിച്ച് ഞാൻ വോൾ പോസ്റ്റേഴ്സ് അങ്ങനെ പിന്നീടാണ് വാങ്ങിച്ചത്. ബട്ട് സ്റ്റിൽ ഞാൻ വേറെ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതേപോലെ ഷൂട്ടും ചെയ്തു. പക്ഷേ ഈ ഷൂട്ട് ചെയ്തതെല്ലാം എൻ്റെ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി ആസ് ഓൾവേസ്. ഓക്കെ, അത് ഞാൻ എൻ്റെ ഫോണിൽ സ്റ്റോറേജ് സ്പേസ് ഇല്ലാത്തതുകൊണ്ടും എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു ഡിലീറ്റ് ആക്കാൻ വേണ്ടി. അത് റീസെൻ്റ്ലി ഒന്നും ഡിലീറ്റ് ആക്കിയില്ല, ജസ്റ്റ് ഡിലീറ്റ് ആക്കിയിട്ടുള്ളൂ. എന്നിട്ട് ഞാൻ വിചാരിച്ച റീസെൻ്റ്ലി ഡിലീറ്റഡിന് വീണ്ടും എടുത്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അൺഫോർച്ചുനേറ്റ്ലി അത് ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. ആൻഡ് റീസെൻ്റ്ലി ഡിലീറ്റഡ് അടക്കം എൻ്റെ നിന്ന് ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഐ കാൻ ഡു എനിത്തിങ്. അത് പോയി. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു, ഞാൻ കുറേ നോക്കി റിക്കവറി മെത്തേഡ്സ്. പക്ഷെ അതിന് നമുക്ക് ലാപ്പ് വേണം. എനിക്ക് കറൻ്റ്ലി ലാപ്പ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചെയ്യാനും പറ്റില്ല. പിന്നെ പറഞ്ഞാൽ എൻ്റെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വീണ്ടും റീഷൂട്ട് ചെയ്യാന്നുള്ളൊരു ഓപ്ഷനേ എൻ്റെ മുന്നിലുള്ളൂ. സോ ഐ ചൂസ് ദാറ്റ്. കാരണം എനിക്കറിയാം ഫസ്റ്റ് എടുത്തതിൻ്റെ അത്രയ്ക്കൊരു ഭംഗിയൊന്നും ഉണ്ടാവില്ല. കാരണം ഞാൻ അത്ര ഡെഡിക്കേഷനിലോടും അത്ര നല്ല അടിപൊളി ആവണം എന്നുള്ള രീതിയിലാക്കിയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ എൻ്റെ ഫുൾ എല്ലാം പോയി. അത് പോയില്ലേ, ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും പോരെ, അങ്ങനെയൊക്കെയാണ് മൈൻഡിൽ വന്നത്. പക്ഷെ ഞാൻ എൻ്റെ മാക്സിമം നല്ല രീതിക്ക് എടുക്കാൻ നോക്കിയിട്ടുണ്ട്. ആ വീഡിയോ മാത്രമാണെങ്കിൽ അത്യാവശ്യം 5-6 മിനിറ്റൊക്കെ ഉണ്ടാവുമായിരുന്നു. പക്ഷെ ഇതിപ്പോൾ എൻ്റെ തട്ടിക്കൂട്ടി വേഗം എടുത്തതുകൊണ്ട് തന്നെ ലൈക്ക് ഞാൻ പകുതിയോളം പണി ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഇതന്നെ ചെയ്യേണ്ട വിചാരിച്ചിട്ട് എൻ്റെ ഒരു നിങ്ങൾ കണ്ട ഈ ട്രേ, അതിൽ സ്റ്റിക്കേഴ്സൊക്കെ ഞാൻ ഓൾറെഡി ഒട്ടിച്ചതാണ്. ഐ മീൻ വീഡിയോ എടുത്തിട്ടുണ്ട് അതെടുക്കുന്നത്. പക്ഷേ ഇനിയിപ്പോൾ എനിക്ക് ഊരി ഒട്ടിക്കാൻ നടക്കില്ല. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ജസ്റ്റ് അത് അങ്ങനെ തന്നെയാണ് പറഞ്ഞ് കാണിച്ചു തന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇറ്റ്സ് ഓക്കെ, ഒരു കുഴപ്പമില്ല. ഐ ട്രൈഡ് മൈ വെരി ബെസ്റ്റ്. എനിക്ക് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇടണം എന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ ലെങ്ത്ത് ഭയങ്കര കുറവായതുകൊണ്ട് അതായിട്ട് എനിക്ക് ഇടാൻ പറ്റില്ല. പ്ലസ് ഞാൻ അത്യാവശ്യം വെക്കേഷനിലൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പ്ലസ് ടൂത്ത് എല്ലാവരും റിലേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് എന്തായാലും നമ്മുടെ വെക്കേഷൻ ബി ലൈക്ക് അസൈൻമെൻറ്റ്സ്, റെക്കോർഡ്സ്, എവറിത്തിങ്. അപ്പോൾ എനിക്ക് അതേപോലെ റെക്കോർഡ്സ് ഒക്കെ എഴുതാനുണ്ടായിരുന്നു. സോ ഞാനത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഒരു വീഡിയോ. സോ ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക്. സോ ദാറ്റ്സ് ഇറ്റ്. ഹേ എവ്രി വൺ, സോ ഇന്ന് സ്റ്റഡി ടേബിൾ മേക്ക് ഓവർ വീഡിയോ ആണ്. സോ ഞാൻ മീഷോന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ടേബിൾ നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടേബിൾ ഓർഗനൈസർ. പിന്നെ ഒരു മിനി ക്ലോക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വാൾ പോസ്റ്റേഴ്സാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ കാണുന്നത് ഭയങ്കര അടിപൊളി നല്ല ക്യൂട്ടായിട്ടുള്ള വാൾ സ്റ്റിക്കറാണ്. എനിക്ക് തോന്നുന്നു ഇതാണ് എൻ്റെ യെല്ലോ കളർ വാളിന് കുറച്ചുകൂടി മാച്ച് ആവുന്നൊരു പിങ്ക് ആ ഒരു തീം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് പർച്ചേസ് ചെയ്തു. ഇതിൻ്റെ ലിങ്ക് ആണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. 3ൻ്റെയും ലിങ്ക് ഞാൻ കൊടുക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. ഇത് ടോട്ടൽ ഓഫ് 16 ആണ് പോസ്റ്റേഴ്സ് ഉള്ളത്. അടുത്തതാണ് ഞാൻ പറഞ്ഞ ടേബിൾ ഒരു ഓർഗനൈസർ. ഇതിൽ ഞാൻ സ്റ്റിക്കേഴ്സൊക്കെ ഓൾറെഡി സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെയല്ല എനിക്ക് കിട്ടിയ പ്ലെയിനായിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനത് കുറച്ച് അടിപൊളിയാക്കി. പിന്നെ ഈ ഒരു ക്ലോക്കാണ്, ഇത് എനിക്ക് വേണം തോന്നി ഒരു ക്ലോക്ക്. കാരണം സമയം നോക്കാൻ അങ്ങനെ എല്ലാത്തിനും. പിന്നെ അത് സ്റ്റോപ്പ് വാച്ച് ആക്കാം. അങ്ങനെ ഒരു അടിപൊളി സംഭവമായിട്ട് എനിക്ക് തോന്നി. ഭയങ്കര ക്യൂട്ടായതുകൊണ്ട് ഞാൻ അതും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ മീഷോ എന്നാണ് വാങ്ങിച്ചത്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ മാഗ്നറ്റും ഉണ്ട്, നമുക്ക് ഫ്രിഡ്ജിൽ എവിടെ വേണമെങ്കിലും സ്റ്റിക്ക് ഓൺ ചെയ്യാം. സോ ഞാനിപ്പോൾ ക്ലോക്കിൻ്റെ സെറ്റിങ്ങിലാണ് ഓണാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്, കാരണം എനിക്കതാണ് ആവശ്യം. അതുകൊണ്ട് ഇനി നമുക്ക് ഓർഗനൈസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ വീഡിയോയിൽ മുന്നേ പറഞ്ഞിട്ടുള്ള പോലത്തെ റീഷൂട്ടിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ഓൾറെഡി വോളിൽ ആ പോസ്റ്ററൊക്കെ കാണുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ ഈ വീതി മേശയിൽ കവർ ചെയ്യുന്ന തുണി മാറ്റി എന്ന് പറഞ്ഞാൽ അത് മാറ്റില്ല, ഐ മീൻ ജസ്റ്റ് ഒന്ന് വേറെ തുണിയായിട്ട് ഞാൻ ഷിഫ്റ്റ് ചെയ്തു. ഐ മീൻ വേറെ തുണി വെച്ചു. ഓക്കെ, ഇതാണ് ഇങ്ങനത്തെ 2 എണ്ണം ഉണ്ട് ഒരേപോലത്തെ. അപ്പോൾ അത് മാറ്റി വെച്ചു. ആൻഡ് അതിനുശേഷം ഈ ഒരു ചെടിയാണ് ഞാൻ വെക്കുന്നത്. എൻ്റെ അടുത്ത് മുന്നേ നിങ്ങൾ കണ്ടായിരിക്കും, എനിക്ക് ആ ചെടി തന്നെയാണ് ഇഷ്ടം, ആ ഒരു പോട്ട്. പക്ഷേ അതിലമ്മ വേറെ ചെടി നട്ടു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതെടുക്കാൻ പറ്റില്ല, അത് വളർന്നിട്ടേ എടുക്കാൻ പറ്റുള്ളൂ. തൽക്കാലത്തേക്ക് ഈ ഒരു ഇതാണ് ഞാൻ വയ്ക്കുന്നത്. പിന്നെ
എൻ്റെ ആ ഒരു ഓർഗനൈസറിൽ എൻ്റെ ബ്രഷ് പെൻസ്, അതേപോലെ തന്നെ അങ്ങനത്തെ കുറച്ച് സ്റ്റഫ്സ്, സ്റ്റേപ്ലർ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഞാൻ വെക്കുന്നുള്ളൂ. പിന്നെ അതിൻ്റെ ഫസ്റ്റത്തെ റോളിൽ ഞാനൊരു ഗ്ലൂം, സെല്ലോ ടേപ്പ് അങ്ങനത്തെയൊക്കെയാണ് വെച്ചിട്ടുള്ളത്. കാരണം എൻ്റെ അടുത്ത് കുറേ സ്റ്റേഷനറി ഐറ്റംസ് ഇല്ല. സോ ഞാൻ ഉള്ളത് വെച്ചാണ് അടിപൊളിയാക്കിയത്. പിന്നെ ഇതിലേക്ക് വരുമ്പോൾ കുറച്ച് എസ്തറ്റിക് ആയിട്ടുള്ള സ്റ്റേഷനറി വെക്കുമ്പോഴാണ് ഈ ഭംഗി ഉണ്ടാവുക. പിന്നെ ഇതിൻ്റെ സ്റ്റിക്കറാണ്, അതായത് ഈ ഓർഗനൈസറിൻ്റെ മുകളിൽ സ്റ്റിക്ക് ചെയ്യാൻ യൂസ് ചെയ്ത സ്റ്റിക്കറിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. സോ ഞാനത് വെച്ചു. പിന്നെ എനിക്കൊരു ടു ഡു ലിസ്റ്റും അതേപോലെ തന്നെ സ്റ്റിക്കി നോട്ടും കൂടിയാണ് അവിടെ വെച്ചത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഡെസ്കിൽ. പിന്നെ ഈ ഓർഗനൈസറിൽ. പിന്നെ അതിൻ്റെ മുകളിൽ എൻ്റെ ഒരു ക്ലോക്കും കൂടി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ആണ് അടുത്തത് ഞാൻ ലാമ്പ്, എൻ്റെ ഒരു ലാമ്പ് നിങ്ങൾക്കറിയാമല്ലോ, എല്ലാ വീഡിയോസിലുള്ള ആ ഒരു ലാമ്പ് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു സംഭവമുണ്ട്, ഈ ഒരു ഓർഗനൈസർ. അതിൽ ഞാനിങ്ങനെ പെൻസ് അങ്ങനെയൊക്കെ വെച്ചു. മറ്റേ ഓർഗനൈസറിൽ വെച്ചിട്ട് സ്റ്റേബിളായി നിൽക്കുന്നില്ല, അപ്പോൾ ഇതിൽ വെച്ചു. പിന്നെ ഓഫ് കോഴ്സ് മൈ ലണ്ടൻ ബസ് അതും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഒരു ടേബിൾ മേക്ക് ഓവർ. എനിക്കറിയാം വലുതായിട്ടൊന്നുമില്ല, ബട്ട് സ്റ്റിൽ എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് വൃത്തിയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ഇപ്പം എൻ്റെ ടേബിൾ. അപ്പോൾ ടേബിൾ വൃത്തിയാക്കിയാൽ മാത്രം പോരാ, പഠിക്കും വേണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് അസൈൻമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്. സോ എനിക്ക് മാത്സിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ മാത്സ് നോട്ടിലില്ല, വേറെ നോട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് എഴുതാനുണ്ടായിരുന്നു. സോ ഞാൻ എഴുതാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐ ഫെൽ സോ ക്യൂട്ട്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഹൗ ഇറ്റ് കെയിം ഔട്ട്. കാരണം ആ വാൾ സ്റ്റിക്കേഴ്സൊക്കെ എന്തായാലും എൻ്റെ വീഡിയോയ്ക്കൊക്കെ കുറച്ചും കൂടി അടിപൊളിയാവുമെന്ന് എനിക്ക് തോന്നുന്നു ബാക്ക്ഗ്രൗണ്ടായിട്ട്. പിന്നെ ആ ഒരു ചെടി, പിന്നെ ആ ഒരു പുതിയ ഓർഗനൈസർ, അതൊക്കെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. മുന്നത്തെക്കാളും കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി എസ്തറ്റിക്കലി പ്ലസൻ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാണാനും നല്ലൊരു പ്ലസൻ്റായിട്ട് തോന്നി. സോ നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നിയെന്ന് എൻ്റെ ഡെസ്ക് മേക്ക് ഓവറിൽ കമൻറ്റ് ചെയ്യുക. വലിയ രീതിക്കൊന്നും ഞാൻ മാറ്റിയിട്ടില്ല, വളരെ ചെറിയ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. സോ നിങ്ങളും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യുള്ളൂ. കാരണം വെക്കേഷനിൽ നമ്മളിങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് അത് കഴിയുമ്പോഴത്തേക്കും പഠിക്കാനൊക്കെ തോന്നും. എനിക്കങ്ങനെ പേഴ്സണലി തോന്നിയിട്ടുണ്ട്. കാരണം പുതിയ ഡെസ്ക്, പുതിയ ഫുൾ മേക്ക് ഓവറായി, ഇനി ഒന്ന് അടിപൊളിയായിട്ട് പഠിക്കാം അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. So I hope you guys enjoy this video. So see you soon in the video. Till then, bye bye.